ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ അവസാന മത്സരമെന്നാണ് താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം ആമ്രകുഞ്ചം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇന്ത്യക്കായി ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ച താരമാണ്, മലയാളി താരമാണ്, മലയാളികളുടെ അഭിമാനമാണ്. ഒളിമ്പിക്സിൽ വീണ്ടും ഇന്ത്യ മെഡലിലേക്ക് എത്തിയത് ശ്രീജേഷിന്റെ കൂടി കരുത്തിലാണ്. ശ്രീജേഷ് എന്തായാലും ഈ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ അവസാന മത്സരം കളിക്കാൻ പോകുന്നു. എങ്ങനെ കാണാം ശ്രീജേഷിന്റെ കരിയറിനെ? രജീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ഇന്ത്യൻ ഹോക്കിയോട് വിട പറയുന്നു എന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഹോക്കിയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും മെഡൽ നേട്ടത്തിലേക്ക് നയിക്കുന്നതിനും നിർണായകമായ പങ്ക് വഹിച്ച മലയാളി താരമാണ് PR ശ്രീജേഷ്. അദ്ദേഹമാണിപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഈ അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം താൻ ഇന്ത്യൻ ഹോക്കിയിൽ നിന്നും വിടവാങ്ങും എന്നാണ് PR ശ്രീജേഷ് വ്യക്തമാക്കുന്നത്. 36-ാം വയസ്സിലാണ് ഈ വിരമിക്കലുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഹോക്കി ടീം ഒരു ഒളിമ്പിക്സിൽ ഉൾപ്പെടെ നിർണായകമായ രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. തുടർച്ചയായ പരാജയങ്ങൾ, മെഡൽ നേടാൻ കഴിയാത്ത സാഹചര്യം, ട്രോഫികൾ നഷ്ടമാകുന്ന സാഹചര്യം. ഇതിനുശേഷം ഇന്ത്യൻ ടീമിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഒരു മികച്ച നേട്ടത്തിലേക്ക് ഏഷ്യൻ ഗെയിംസിലും അതോടൊപ്പം തന്നെ ഒളിമ്പിക്സിലും ഉൾപ്പെടെ മെഡൽ നേടുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം അത് കൊണ്ടുവന്നത് PR ശ്രീജേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 328 മത്സരങ്ങളാണ് PR ശ്രീജേഷ് ഇതിനായി ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കളത്തിൽ ഇറങ്ങിയത്. ഇതിലേറ്റവും നിർണായകമായ മത്സരങ്ങളിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയും നായകത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ടീമിൻ്റെ കെട്ടുറപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ ഹോക്കിയെ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിർണായകമായ ഇടപെടൽ നടത്തുകയും ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഹോക്കിയിൽ നേടേണ്ടതെല്ലാം താൻ നേടിക്കഴിഞ്ഞു എന്നതാണ് ശ്രീജേഷുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കരിയർ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖേൽരത്നയും അർജുനയും പത്മശ്രീയും ഉൾപ്പെടെയുള്ള ബഹുമതികൾ PR ശ്രീജേഷ് നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ ഹോക്കിയുടെ ഒരു മുഖമായി മാറുന്നതിനും ഈ മലയാളി താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിന് ശേഷം താൻ ഹോക്കിയിൽ നിന്നും വിരമിക്കുമെന്നാണ് ശ്രീജേഷ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഏറെ അഭിമാനം നൽകി. ഒരുപക്ഷെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദത്തിൽ മലയാളിക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കളിക്കാരൻ കൂടിയാണ് PR ശ്രീജേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം ഏറെ നിരാശാജനകമായ ഒരു കാര്യമാണ്. മറുവശത്ത് പുതിയ താരങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് PR ശ്രീജേഷ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ താരങ്ങൾ അവരെ കൃത്യമായ രീതിയിൽ തന്നെ നയിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ അനുഭവ സമ്പത്തും അതോടൊപ്പം തന്നെ കളിക്കളത്തിൽ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട നിർണായകമായ തീരുമാനങ്ങളെക്കുറിച്ചും ടാക്ടിക്സുകളെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ഗൈഡൻസ് നൽകിയതിന് ശേഷമാണ് PR ശ്രീജേഷ് ഈ വിരമിക്കലിലേക്ക് പോകുന്നത്. താൻ ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നൽ PR ശ്രീജേഷിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. 36-ാം വയസ്സിലും കളിക്കളത്തിൽ തുടരുന്നു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കായികക്ഷമതയും അദ്ദേഹത്തിന് ഈ ഗെയിമിനോടുള്ള ഒരു പാഷനും അദ്ദേഹത്തിൻ്റെ കഴിവും കൂടിയാണ്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെ, അദ്ദേഹം ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സ് പോലൊരു മീറ്റിലേക്ക് വീണ്ടും 36-ാം വയസ്സിലും അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ പ്രകടനങ്ങളും പരിഗണിച്ചു തന്നെയാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു പ്രകടനം തന്നെയാണ് വീണ്ടും ഒളിമ്പിക് മെഡലിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. ഇത്തവണ അദ്ദേഹം സ്വർണം പ്രതീക്ഷിച്ച് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതും. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നിലവിലുള്ള ഒരു ടീമിനെ വിലയിരുത്തുക? തീർച്ചയായിട്ടും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ഹോക്കി ടീം പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തുന്നത്. കൃത്യമായ പരിശീലനം, അതോടൊപ്പം തന്നെ ഇതിന് മുൻപ് നടന്നിട്ടുള്ള മത്സരങ്ങളിൽ നേടിയിട്ടുള്ള വിജയം, ഒപ്പം തന്നെ ടീമിൻ്റെ ശക്തി അത് പഴയ രീതിയിലേക്ക്, പഴയ പ്രൗഢിയിലേക്ക് വന്നിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നുണ്ട് PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഹർമൻപ്രീതാണ് ഇപ്പോൾ ടീമിനെ നയിക്കുന്നതെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും ടീം മീറ്റിങ്ങുകൾ കൃത്യമായി സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് PR ശ്രീജേഷും ഒപ്പം എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. നിലവിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയുള്ള ഇനങ്ങളിൽ ഒന്നുകൂടിയാണ് ഹോക്കി. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശീലനത്തോടുകൂടി ആധുനിക സംവിധാനങ്ങളിലൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പരിശീലനത്തിനൊക്കെ ലഭിക്കുന്ന പോരായ്മയാണ്. പക്ഷേ ഇക്കുറി അത്തരം പോരായ്മകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മികച്ച ഗ്രൗണ്ടുകളിൽ പരിശീലനം നടത്താൻ, മികച്ച രീതിയിലുള്ള എക്യുപ്മെൻറ്റുകൾ ലഭ്യമാക്കാൻ, അതോടൊപ്പം തന്നെ ഫിസിയോ ഉൾപ്പെടെയുള്ള സുശക്തമായ ഒരു ടീമിനെ നമുക്ക് കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ ഹോക്കിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തുന്നത്. സ്വർണം നേടാൻ കഴിയും
എന്നത് തന്നെയാണ് ഇന്ത്യൻ ഹോക്കി ടീം പ്രതീക്ഷിക്കുന്നത്. ശരി ഗൗതം, അത് തന്നെയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയ വെങ്കല മെഡൽ അത് സ്വർണ്ണമാക്കാൻ ഇന്ത്യൻ ടീം ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാന താരമായി മുന്നിൽ നിൽക്കുന്ന മലയാളി താരം പി ആർ ശ്രീജേഷ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. അവസാന മത്സരം പാരീസ് ഒളിമ്പിക്സിലായിരിക്കുമെന്ന് ഒളിമ്പ്യൻ നമ്മോടൊപ്പം പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖേൽ രത്ന ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയ ഒരു മലയാളി താരമാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം ഇന്ത്യൻ ഹോക്കിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കൂടി കാരണമായ ഒരു താരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത്.